എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് എന്നത് ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സമ്മാനമാണ്. ആ സമ്മാനത്തിൻ്റെ ആഘോഷമാണ് നാം ഏവരും ക്രിസ്മസായി ആചരിക്കുന്നത്. ആ സമ്മാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. മനുഷ്യരെ അവരവരുടെ പാപങ്ങളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വിടുവിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാൻ 3:16 ഇപ്രകാരം പറയുന്നു: ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. ഈ സ്നേഹ സമ്മാനമാണ് ക്രിസ്മസ്. രക്ഷയും പുനഃസ്ഥാപനവും വീണ്ടെടുപ്പും ഉൾക്കൊള്ളുന്ന ഒരു ദൈവിക പദ്ധതി. യേശുവിൻ്റെ ജനനം പുനഃസ്ഥാപനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പ്രത്യാശയാണ്. പാപം മൂലം നഷ്ടപ്പെട്ടത് ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടു. തകർന്ന ഹൃദയങ്ങൾ സൗഖ്യമാകുകയും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും മനുഷ്യൻ ദൈവത്തോട് വീണ്ടും ചേർക്കപ്പെടുകയും ചെയ്തു. മോഷ്ടാവ് വരുന്നത് മോഷ്ടിക്കാനും കൊലപ്പെടുത്താനും നശിപ്പിക്കാനും മാത്രമാണ്. എന്നാൽ ക്രിസ്തു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും എന്ന് യോഹന്നാൻ 10:10 നാം വായിക്കുന്നു. ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യെശയ്യാവിലൂടെ പ്രസ്താവിച്ച പ്രവചനങ്ങളെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 ഇങ്ങനെ പറയുന്നു: ഇരുട്ടിൽ നടന്നു വന്ന ജനങ്ങൾ മഹത്തായ ഒരു വെളിച്ചം കണ്ടു. നമുക്കായി ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, നമുക്കായി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6 പറയുന്നു. ഈ പ്രവചനങ്ങൾ ബെത്ലഹേമിൽ പൂർണ്ണതയിലെത്തി. ദൂതന്മാർ സന്തോഷവാർത്ത അറിയിച്ചു. ഇടയന്മാർ അതീവ ആനന്ദത്തോടെ അവനെ കാണാൻ ഓടി. ആകാശവും ഭൂമിയും ഒരുപോലെ ആഹ്ലാദിച്ച ഒരു ദിവസമാണ് അത്. ദൈവദൂതന്മാരോ ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 2:14 നമുക്കത് കാണാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും മനുഷ്യരിൽ പ്രസാദവും. അതെ, യേശുവിൻ്റെ വരവ് ലോകത്തിന് സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നു. എങ്കിലും ക്രിസ്മസ് ഒരു ദിവസത്തെ മാത്രം ആഘോഷമല്ല. ലൂക്കോസിന്റെ സുവിശേഷം 2:11 ഇപ്രകാരം പറയുന്നു: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന്. അതെ, കർത്താവ് ജനിച്ചത് ഇന്ന് എന്ന വാക്കാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനം ഇന്നും പ്രസക്തമാണ് എന്ന സത്യമാണ് നാം അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ക്രിസ്മസ് തന്നെയാണ്. ഓരോ ദിവസവും പാപികൾ ഈ സന്തോഷം ഓർത്ത് മനസ്സ് മാറുവാൻ വിളിക്കപ്പെടുന്നു. ഓരോ ദിവസവും ഇന്ന് ക്രിസ്തു എനിക്കായി ജനിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. എനിക്കായി, നമുക്കായി, എല്ലാവർക്കുമായി. ആകയാൽ ക്രിസ്തുവിൽ ഉള്ളവർ ആരായാലും അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയവ കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതുതായി എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നാം വായിക്കുന്നു. ക്രിസ്തുവിനരികിൽ വരുന്ന ഏവനും പുതുക്കപ്പെടുന്നു. അവൻ നമ്മെ പുതുക്കുന്നു, വീണ്ടെടുക്കുന്നു, നിത്യജീവന്റെ പ്രത്യാശ നൽകുന്നു. ഈ ക്രിസ്മസിൽ മാത്രമല്ല, എല്ലാ ദിവസവും ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. അവൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മുടെ ജീവിതങ്ങളിലൂടെ ലോകത്തിലേക്ക് ഒഴുകട്ടെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.